അല്ല, സംഭവം നടന്ന സമയത്ത് തന്നെ കളക്ടറോട് ബന്ധപ്പെട്ട് റിപ്പോർട്ട് തയ്യാറാക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. വളരെ ദുഃഖകരമായ സംഭവമാണ് ഉണ്ടായത്. യാതൊരു തരത്തിലുള്ള അനുമതിയില്ലാതെ നിയമവിരുദ്ധമായിട്ടാണ് ഇതെല്ലാം ഇവിടെ കൊണ്ടുവരികയും ഈ സംഭവങ്ങളിലേക്ക് എത്തുകയും ചെയ്തത്. അപ്പം അത് നിയമപരമായിട്ട് പരിശോധന സർക്കാർ നടത്തുന്നുണ്ട്. കുറ്റക്കാരെ ശരിയായ രൂപത്തിൽ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരികയും ചെയ്യും. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ നാശനഷ്ടങ്ങൾ അത് അസസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റവന്യൂ വിഭാഗമാണ് ആ പരിശോധന നടത്തുന്നത്. ഇപ്പോൾ സബ് കളക്ടർ ഇപ്പോൾ ഇവിടെയുണ്ട്. 2 ആഴ്ചയോടുകൂടി ആ റിപ്പോർട്ട് അവസാന രൂപമാകുമെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ആ റിപ്പോർട്ട് കിട്ടുമ്പോൾ സമാനമായ സംഭവങ്ങളിൽ നേരത്തെ എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ള കീഴ്വഴക്കം കൂടി പരിശോധിച്ചിട്ട് റവന്യൂ വകുപ്പിന്റെ ശുപാർശയോടുകൂടി ഗവൺമെന്റ് മുമ്പിൽ വരും. ആ ഘട്ടത്തിൽ അർഹമായ രൂപത്തിൽ ചെയ്യാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രദേശവാസികളൊക്കെ പെട്ടെന്ന് നഷ്ടപരിഹാരം കിട്ടണമെന്നൊരു ആവശ്യമുണ്ടെങ്കിൽ മുൻകാല അനുഭവങ്ങൾ പലതും ഉണ്ട് പലർക്കും. അതുകൊണ്ട് കൃത്യമായി പെട്ടെന്ന് കിട്ടണം, അതിനുവേണ്ടി കോടതി സമീപിക്കാനൊക്കെ അവർ തയ്യാറാക്കും. അങ്ങനെ ഒരു കാലതാമസം ഒഴിവാക്കാൻ ഒരു നടപടി ഉണ്ടാവുമോ? അല്ല, നമ്മൾ കോടതിയെ സമീപിക്കുന്നത് ഒരു നിയമത്തിൽ പറയുന്നുണ്ട്, ഇങ്ങനെ സംഭവം ഉണ്ടായാൽ ഇന്ന രൂപത്തിൽ നഷ്ടപരിഹാരം നൽകണം. എങ്കിലേ കോടതിക്ക് ഇടപെടാനുള്ള സാധാരണഗതിയിൽ നിയമപ്രകാരം അധികാരമുള്ളൂ. ഇപ്പോൾ കോടതി പലതിൽ ഇടപെടാറുണ്ടെങ്കിലും നിയമപ്രകാരം നിയമത്തിനകത്ത് എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടെങ്കിലാണ്. അല്ലെങ്കിൽ കോടതിയെ സമീപിച്ച കോടതി പറയുന്നത് ഗവൺമെന്റിനോട് പരിശോധിക്കാൻ പറയും. അത് ഗവൺമെന്റ് ഇപ്പോഴേ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അല്ലാതെ കോടതിക്ക് ഇപ്പോൾ എക്സിക്യൂട്ടീവ് അധികാരങ്ങൾ നമ്മുടെ നാട്ടിൽ സാധാരണഗതിയിലില്ല. എന്നാൽ നിയമത്തിനകത്ത് അത്തരം കാര്യങ്ങൾ വ്യവസ്ഥ ചെയ്യും. ഇപ്പോൾ ഡിസാസ്റ്ററുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയും, അതിന് സാധാരണഗതിയിലെ നടപടിക്രമങ്ങളുണ്ട്. ആ നടപടിക്രമങ്ങൾ പാലിക്കാതെ ഞങ്ങൾ സഹായം നൽകിയാൽ പിന്നെ ഇതെന്തിനു കൊടുത്തു എന്ന് പറഞ്ഞ് കുറെ കാലം കഴിയുമ്പോഴായിരിക്കും ലോകായുക്തയിലേക്ക് അടുത്ത ആൾ പോവുക. ഈ നഷ്ടപരിഹാരം എങ്ങനെ കൊടുക്കാൻ എന്തായിരുന്നു മാനദണ്ഡം, മന്ത്രിസഭ തീരുമാനിച്ചോ, ഇതിന് നിയമത്തിൽ വ്യവസ്ഥയുണ്ടോയെന്ന് ചോദിച്ച് ചില ആളുകൾ പോയെന്നും വരും. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ സാധാരണ നടപടിക്രമങ്ങൾ ആവശ്യമാണ്. ആ നടപടിക്രമത്തിൽ ആദ്യത്തേതാണ് ഈ നഷ്ടത്തെക്കുറിച്ചുള്ള വസ്തുതാപരമായ റിപ്പോർട്ട് റവന്യൂവിൽ നൽകുക. റവന്യൂ ആണ് ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അർഹമായ രൂപത്തിൽ നഷ്ടപരിഹാരം ലഭ്യമാക്കണം എന്നുള്ളത് തന്നെയാണ് സർക്കാരിന്റെ കാഴ്ചപ്പാട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചപോലെ നേരത്തെ ഇതേപോലെ സമാനമായ അപകടങ്ങളിൽ എങ്ങനെയാണ് ഗവൺമെന്റ് പ്രവർത്തിച്ചിട്ടുള്ളത് എന്നുകൂടി വച്ചിട്ടായിരിക്കും അതിന്റെ ആ കോണ്ടം തീരുമാനിക്കുക. അത് അധികം വൈകാതെ തന്നെ ചെയ്യാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. സമാനമായ സംഭവം വാരാപ്പുഴയിലുണ്ടായി, 1 വർഷം കഴിഞ്ഞു, പക്ഷേ ഒരു സഹായം കിട്ടിയില്ല. ആ ഒരു ആശങ്ക ഇവിടുത്തെ ആളുകൾക്കൊക്കെ. അത് നേരത്തെ ഈ പറഞ്ഞ പ്രശ്നം ഉണ്ടായിരുന്നു. അതിനകത്തും ഈ കീഴ്വഴക്കങ്ങളുടെ ഒരു പ്രശ്നം വന്നിരുന്നു. അത് ഞാൻ പറഞ്ഞത്, ഇതിപ്പോ 1-2 സംഭവങ്ങൾ ഉണ്ടായല്ലോ. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഗവൺമെന്റ് ഗൌരവമായിട്ട് പരിശോധിക്കും ഇത്തരം കാര്യങ്ങൾ എങ്ങനെയാണ് സഹായം. കാരണം ഇവരിപ്പോ ഇവരുടേതായ കുറ്റങ്ങൾ കൊണ്ടല്ലല്ലോ ഇത് സംഭവിച്ചിട്ടുള്ളത്. നിയമത്തിന് വിരുദ്ധമായി ഒരാൾ പ്രവർത്തിക്കുന്നു, അല്ലെങ്കിൽ വിഭാഗം പ്രവർത്തിക്കുന്നു, അതിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാകും. യഥാർത്ഥത്തിൽ അവരാണ് പേ ചെയ്യേണ്ടത്. അവരുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ള ഒരു പ്രശ്നമാണ്. അപ്പൊ അതിൽ എന്നാൽ ഇവരെ സംബന്ധിച്ച് ഉടനടി അതിന്റെ നിയമപ്രക്രിയ നടപടികൾ പൂർത്തീകരിച്ച് കോടതിക്ക് ചെയ്യാം. ഈ സംഭവം ഉണ്ടായവർക്ക് ഇവർക്ക് ആവശ്യമായ നഷ്ടം അത് കോടതിക്ക് പറയാവുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഗവൺമെന്റിനെ സംബന്ധിച്ചുള്ളതാണ്. എന്നാൽ അത് വേറെ സമയമെടുക്കുന്നതാണ്. പക്ഷെ ഇവരുടെ ഇപ്പോൾ കണ്ടല്ലോ, ഇതെല്ലാം ചിലരാണ് മാനസികമായ ആഘാതത്തിൽ തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പൊ അതിനാവശ്യമാണെങ്കിൽ നമുക്ക് DMI ബന്ധപ്പെട്ട് കൌൺസിലിംഗ് ആവശ്യമാണെങ്കിൽ അത് ക്രമീകരിക്കുന്നുണ്ട്. ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. നേരത്തെ പറഞ്ഞിരുന്നു. മറ്റു കാര്യങ്ങളിൽ പൊതുവെ സഹായിക്കണം എന്നുള്ളത് തന്നെയാണ് സർക്കാരിന്റെ കാഴ്ചപ്പാട്. സാധ്യമാകുന്ന രൂപത്തിൽ ഇപ്പോൾ ഈ നടത്തിയ ഇന്നത്തെ സന്ദർശനത്തിന്റെ കൂടി റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തി സാധ്യമാകുന്ന രൂപത്തിൽ ഇടപെടലുകൾ നടത്തുന്നതായിരിക്കും. അതിപ്പോ സബ് കളക്ടറിനോട് പറഞ്ഞ് ലയൺസ് ക്ലബ്ബ് തന്നെ അത് ഒത്തിരി ഏറ്റെടുത്തിട്ടുണ്ടെന്നാണ്. ആ വീടിന്റെ കാര്യത്തിൽ ഇപ്പോൾ തീരുമാനമായിട്ടുണ്ട്. അങ്ങനെയും ജനകീയമായിട്ടും ചെയ്യാം. കാരണം ഇപ്പോൾ ഒരു വീടിന്റെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. പിന്നെ മറ്റ് സംഘടനകൾ അവരെല്ലാവർക്കും ചെയ്യാൻ കഴിയാവുന്നതെല്ലാം ഗവൺമെന്റിനോടൊപ്പം തന്നെ ചെയ്യാന്നുള്ളതും അത് നല്ലൊരു ഇതാണ്. ലയൺസ് ക്ലബിന്റെ സന്ദർഭത്തിൽ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയും ചെയ്യുന്നു. അത് കർക്കശമായിട്ട് തന്നെ പോകും. ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ തന്നെയാണ്. ഇപ്പോൾ വരുമ്പോൾ സാധാരണഗതിയിൽ ഇതിലൊന്നും ഇപ്പോൾ ഗവൺമെന്റ് മാനദണ്ഡങ്ങൾക്കനുസരിച്ച് കളക്ടർ റിപ്പോർട്ട്, SP റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ്. പിന്നെ ചിലയിടത്തൊക്കെ കോടതിയാണ് തൽക്കാലം ഈ മാനദണ്ഡം വെച്ച് ആചാരപ്രകാരമുള്ളതിന് അനുമതിയൊക്കെ നൽകുന്നത്. ഇവിടെ അനുമതി ഉണ്ടായിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഗൌരവമായ ഒരു നിയമലംഘനം നടന്നതാണ് ഇതിലേക്ക് എത്തിച്ചിട്ടുള്ളത്. മറ്റൊരു കാര്യം കൂടി, TP വധക്കേസുമായി ബന്ധപ്പെട്ട് പ്രതികൾ നൽകിയ അപ്പീൽ ഹൈക്കോടതി ഇപ്പോൾ തള്ളിയിരിക്കുകയാണ്. വെറുതെ വിട്ട 2 ആൾക്കാരെയും കൂടെ ശിക്ഷ വിധിക്കുകയും ചെയ്തിട്ടുണ്ട് കോടതി. എങ്ങനെ കാണുന്നത്? അല്ല, അതിപ്പോ കോടതിയുടെ വിധിയല്ലേ. അത് സംബന്ധിച്ച് നമ്മൾ പ്രതികരിക്കേണ്ട കാര്യമില്ലല്ലോ. കോടതി വിധിയാണത്. വെറുതെ വിട്ട 2 ആളെ കൂടെ ശിക്ഷിച്ചതോടുകൂടി CPM-ന്റെ പങ്ക് വ്യക്തമായി എന്നാണ് KK രമ ഉൾപ്പെടെയുള്ളവർ പറയുന്നത്.
അത് അവർക്ക് പറയാനുള്ള അവകാശമുണ്ട്. അതായത് പുതിയ കാര്യമല്ലല്ലോ, അവർ തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലോ. കോടതിയോട് വിധി വായിച്ചാലല്ലേ നമുക്ക് അങ്ങനെ ഉണ്ടോ ഇല്ലയോ എന്ന നിഗമനങ്ങളിലേക്ക് കോടതി എത്തിയിട്ടുണ്ടോ ഇല്ല എന്നുള്ള വിധി വായിച്ചാലേ പറയാൻ പറ്റുള്ളൂ. ഞാനത് വായിക്കാത്തതുകൊണ്ട് എനിക്കത് പറയാൻ പറ്റില്ല. പോയത് രാഷ്ട്രീയമായി ഒഴിവാക്കാമായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ നിയമമന്ത്രി എന്ന നിലയിൽ? നിയമമന്ത്രിയുടെ ഉപദേശത്തിനനുസരിച്ചല്ലോ പ്രതികളാകുന്ന ആളുകളും വിമുക്തരാകുന്ന ആളുകളും അപ്പീൽ പോകും. അത് അവരുടെ നിയമപരമായ അവകാശം വിനിയോഗിക്കുന്നുള്ളൂ. സർക്കാരിന് അതിനകത്ത് പ്രത്യേകിച്ച് ഇതില്ലല്ലോ. പി മോഹനനെതിരായിട്ടുള്ള നീക്കം അല്ലെങ്കിൽ നിയമ നടപടി ഇനിയും തുടരുമെന്നാണ് പറയുന്നത്. അദ്ദേഹത്തെ കൂടി ശിക്ഷയിലേക്ക് കൊണ്ടുവരുന്നതുവരെ പോരാട്ടം തുടരുമെന്നാണ്. എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ വിധി അവർ പറഞ്ഞ പോലെ അല്ലാന്നല്ലേ എന്റെ അർത്ഥം. അങ്ങനെയാണെങ്കിൽ ഞാൻ വിധി വായിച്ചിട്ടില്ല, അവർ പ്രതികരണം കണ്ടിട്ടുമില്ല. നിങ്ങൾ പറഞ്ഞനുസരിച്ചാണെങ്കിൽ ആദ്യം പറഞ്ഞതെന്ന് ഘടകവിരുദ്ധമാണ് രണ്ടാമത്തെ പ്രസ്താവന എന്നുള്ളത്.